മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ ഗുരുവായൂർ സന്ദർശനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകൾ നടക്കുകയാണ്. ചില പേജുകളിൽ ഈ വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതേസമയം ഗുരുവായൂർ ദർശനം വിവരം ചോർന്നതിൽ CPM-ന് ഞെട്ടൽ, പാർട്ടി അന്വേഷണത്തിന് സാധ്യത എന്ന ചർച്ചകളുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ വിവരം പുറത്തായതിൽ CPM കേന്ദ്രങ്ങളിൽ കടുത്ത അതൃപ്തി. അതീവ രഹസ്യമായി വച്ചിരുന്ന സന്ദർശന വിവരം എങ്ങനെ മാധ്യമങ്ങൾ അറിഞ്ഞു എന്നതിനെക്കുറിച്ച് പാർട്ടി അന്വേഷണം നടത്തിയേക്കും. പൊതുവെ അധികമാരും തിരിച്ചറിയാത്ത വിവേകിനെ ലക്ഷ്യം വെച്ച് ക്യാമറകൾ എത്തിയത് ആസൂത്രിതമാണെന്ന സംശയം ശക്തമാണ്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു കുടുംബസമേതം വിവേക് കിരൺ ദർശനത്തിനെത്തിയത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ VIP സന്ദർശനങ്ങൾ ദേവസ്വം ബോർഡ് മാധ്യമങ്ങളെ അറിയിക്കാറുണ്ടെങ്കിലും ഇത്തവണ അതുണ്ടായിരുന്നില്ല. എന്നാൽ ദർശന സമയത്ത് ഒരു പ്രത്യേക ചാനലിന്റെ ക്യാമറ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയത് പാർട്ടിയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകനെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കെ കൃത്യസമയത്ത് ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമപ്രവർത്തകർ എത്തിയത് വിവരം ബോധപൂർവം ചോർത്തി നൽകിയതാണെന്ന സൂചനയാണ് നൽകുന്നത്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലേക്കോ പ്രാദേശിക പാർട്ടി കേന്ദ്രങ്ങളിലേക്കോ ആണ് സംശയത്തിന്റെ നിഴൽ നീളുന്നത്. ചില മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ടീം ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയത് CPM നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുന്നിൽ ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ദേവസ്വം ജീവനക്കാർ തടഞ്ഞു. ദൃശ്യങ്ങൾ ഉടൻ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളുകയും ചെയ്തത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരണത്തിന് കോടതിയുടെ കർശന വിലക്കുണ്ടെന്നും അത് ലംഘിച്ചതിനാലാണ് ദൃശ്യങ്ങൾ നീക്കം ചെയ്യിച്ചതെന്നുമാണ് ദേവസ്വം അധികൃതരുടെ ഔദ്യോഗിക വിശദീകരണം. അതീവ രഹസ്യമായ സന്ദർശനം വിവാദമായതോടെ സുരക്ഷാ ക്രമീകരണങ്ങളിലുണ്ടായ പാളിച്ചയും വിവരം ചോർന്ന സാഹചര്യവും ഗൗരവത്തോടെ കാണാനാണ് CPM-ന്റെ തീരുമാനം. സന്ദർശനം വാർത്തയാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നും പാർട്ടി പരിശോധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണന്റെ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാണ് സോഷ്യൽ മീഡിയയിൽ. രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ കുറിപ്പാണ് മറ്റൊരു ചർച്ചാ വിഷയം. ശ്രീജിത്ത് പണിക്കരുടെ കുറിപ്പ് ഇങ്ങനെയാണ്: സഖാവിന്റെ മകൻ ക്ഷേത്ര ദർശനം നടത്തിയെങ്കിൽ നടത്തട്ടെ. സഖാവിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു സ്വാധീനവും ഇല്ലെന്നത് ആ പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയമല്ലേ? സഖാവ് നാടൊട്ടുക്ക് കമ്മ്യൂണിസ്റ്റ് ആശയം പറഞ്ഞു നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കുടുംബം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത്. കുടുംബാംഗങ്ങളെ അദ്ദേഹം തൻ്റെ വഴിക്ക് കൊണ്ടുവരണമായിരുന്നു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എല്ലാവരും വ്യത്യസ്ത തീരുമാനങ്ങളുള്ള വ്യക്തികളുമാണ്. എങ്കിലും ഏറ്റവും പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സ്വീകാര്യത ഇല്ലെന്നതും കുടുംബാംഗങ്ങളിൽ അല്പം പോലും സ്വാധീനം ചെലുത്താൻ അതിന് കഴിഞ്ഞില്ലെന്നതും ചെറിയ കാര്യമല്ല. ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കരുടെ കുറിപ്പ് അവസാനിക്കുന്നത്.